നമസ്കാരം, VC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. മണ്ണിലും മനസ്സിലും നക്ഷത്രശോഭ വിതറുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ലോകമെങ്ങും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മണ്ണിലും മനസ്സിലും വെളിച്ചം പടർത്തുന്ന നക്ഷത്രവിളക്കുകളും മനോഹരമായ പുൽക്കൂടുകളുമായി ജാതിമത ഭേദമന്യേയാണ് ഏവരും ഈ പുണ്യദിനത്തെ വരവേൽക്കുന്നത്. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും സമാധാനത്തിനായി പ്രാർത്ഥിച്ചും ആഘോഷങ്ങൾ നാടെങ്ങും സജീവമായി തുടരുകയാണ്. മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയർത്തുന്ന ഈ ക്രിസ്മസ് കാലം ലോകത്തിന് പുതിയൊരു വെളിച്ചം പകരട്ടെ. വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിൽ സിനിമാ പ്രദർശനത്തിനിടെ ഉണ്ടായ തീപിടുത്തം പരിഭ്രാന്തിയിലാഴ്ത്തി. ബബ്ബ എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ പകുതി പിന്നിട്ടപ്പോഴാണ് സ്ക്രീനിൻ്റെ വശങ്ങളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കാണികളും ജീവനക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിനാൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരെയും സുരക്ഷിതമായി കെട്ടിടത്തിന് പുറത്തെത്തിക്കാൻ സാധിച്ചു. സിനിമ കാണാനെത്തിയ ഒരാൾ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചതോടെ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തിയേറ്ററിൽ വിശദമായ സുരക്ഷാ പരിശോധനകൾ നടത്തി. മായന്നൂർ മാങ്കുളത്ത് പട്ടാപ്പകൽ ക്ഷീരകർഷകയായ വയോധികയുടെ മാല പൊട്ടിച്ച് രണ്ടംഗ സംഘം കടന്നുകളഞ്ഞു. 78 വയസ്സുകാരി വിദ്യാവതിയുടെ മാലയാണ് കവർന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് അക്രമം നടത്തിയത്. വയോധികയുടെ കഴുത്തിലുണ്ടായിരുന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ ബലമായി പൊട്ടിച്ചെടുത്തത്. മാല നഷ്ടപ്പെട്ട ഉടൻ തന്നെ വിദ്യാവതി പ്രതികളുടെ പിന്നാലെ ഓടിയെങ്കിലും പിടികൊടുക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ മോഷ്ടാക്കൾ ബൈക്കോടിച്ച് ദൂരേക്ക് മറിഞ്ഞു. ഓട്ടുപാറ ഗവൺമെൻറ് LP സ്കൂൾ അധികൃതരുടെ ഇടപെടലിൽ വിദ്യാർത്ഥി അവിനാഷിൻ്റെ വീട്ടിൽ ഇനി വൈദ്യുതി വെളിച്ചം. വനഭൂമി എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ തിരുത്തിയാണ് സ്കൂൾ അധികൃതർ അസാധ്യമായത് സാധ്യമാക്കിയത്. വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥിക്ക് ഒരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ കുരുന്നിൻ്റെ പഠനത്തിന് തണലായ അധ്യാപകരുടെയും PTIയുടെയും പ്രവർത്തനം നാടിന് മാതൃകയാവുന്നു. കഴിഞ്ഞ ദിവസം കൗൺസിലർ ലൈല നസീർ വീട്ടിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതോടെ അവിനാഷിൻ്റെയും കുടുംബത്തിൻ്റെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വെളിച്ചമായി.